ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിതാ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചെടികളൊക്കെ വെറുതെ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയും പിന്നെ നമ്മൾ സ്വന്തം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്നൊരു ഐറ്റം തന്നെ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറിയും ഇതൊക്കെ റെഡി ആയതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ഭാഗത്ത് തപ്പായ അങ്ങനെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിന്. കുറേ ദിവസമായി ഇങ്ങനെ ചീഞ്ഞ് കുറേ ആയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ പുഴുങ്ങി വെച്ചാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികമായിട്ട് അങ്ങനെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചാൽ അയിബും അതിനൊക്കെ ഒന്ന് നേരത്തെ എണീച്ചുകൊണ്ട് രണ്ടാളും ഒരുമിച്ചൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അയിബ് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ JCB വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോട്ടുമക്ക്. അപ്പം അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ JCB. അപ്പം നമ്മളിവിടെ റോഡ് പണിയൊക്കെ ഉണ്ടാകുമ്പം രണ്ടാളും ഒരു സ്റ്റൂളൊക്കെ വെച്ച് അവിടെ ഇരുന്ന് അങ്ങനെ കാണലേ കേട്ടോ JCB. അപ്പം ഇതിപ്പം മണ്ണ് കോരുകയാണ്. അപ്പോൾ കോരിയിട്ട് ഇവിടെയൊക്കെ തട്ടാനോ അങ്ങനെ എന്തിനോ വരിക. അപ്പം ഒരിങ്ങനെ അടുത്തേക്ക് പോവും. പിന്നെ നമ്മൾ JCB കുത്തുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുമ്പോൾ ഒന്ന് ബാക്കോട്ടേക്ക് അങ്ങനെ വരും കേട്ടോ. അപ്പം അതിന് ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒക്കെ ഇങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിന്. മുറ്റത്തെ കളികളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം അയ്യൂനെ അങ്കലവാടിയിൽ പറഞ്ഞേക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഒന്ന് പ്രവേശനോത്സവമാണ്. അപ്പം ആദ്യമായിട്ട് ഓൻ അങ്കലവാടിയിൽ അങ്ങനെ പോവാണ്. അപ്പം അയ്യൂനെ മാത്രം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അതിനൊരു 3 വയസ്സായിട്ടില്ലേന്. ഒക്കെ ഓഗസ്റ്റിലൊക്കെ ആവുള്ളൂ. അപ്പം ഓൾ ആ ഒരു സമയത്ത് പറഞ്ഞേക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. അയ്യവ് പോകുന്ന കണ്ടപ്പോൾ പിന്നെ ഓക്കും എന്തായാലും പോകണം. അങ്ങനെ ഓളെയും കൂടെ ഒരുക്കി കൊടുത്ത് നമ്മൾ 2 പേരെയും കൊണ്ടാട്ടോ നഴ്സറിയിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിന്. അതാണ് ഒരാൾക്ക് മാത്രം ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അതിന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അവിടെ എത്തിയപാടെ അവർക്ക് ബലൂണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. ടീച്ചർ മക്കളൊക്കെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റാണ് കേട്ടോ. അങ്കലവാടി ഇങ്ങനെ തോരണങ്ങളൊക്കെ വെച്ച് അങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ ഇവരെ മാത്രമാണ് കേട്ടോ ഫസ്റ്റ് ഡേ അവിടെ. ബാക്കിയുള്ള കുട്ടികളൊക്കെ 3-4 ദിവസമായിട്ട് അവിടെ അങ്ങനെ വന്നു പോകുന്നതാണ്. ഇവർ രണ്ടാളും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അവർക്കറിയാം ഇവിടെ അമ്മമാരെ നിർത്തിയിട്ട് പോകുന്നത്. ഇവർക്ക് രണ്ടാൾക്കും അറിയില്ല, അവർ ആദ്യമായിട്ട് വരാണല്ലോ. അപ്പം ഇവർക്ക് ശരിക്കൊരു കൗതുകം പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. രണ്ടാളും നല്ലോണം കണ്ടിരിക്കുക കേട്ടോ. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലിനി വന്ന പാടെ തന്നെ കരച്ചിലങ്ങ് തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. അമ്മമാർ അവരങ്ങനെ അവിടെ ഇട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വന്ന പാടെ കരച്ചിലങ്ങ് തുടങ്ങിന്. അയ്യവും അതിനൊരു ബലൂണൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിക്കാന്. രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. അവർക്കൊരു കൂട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ കളിക്കാൻ. കുട്ടികൾ ഈ പല അങ്ങനെ എല്ലാ മക്കളെയും കസേരയിലൊക്കെ ഇരുത്തി അവർക്ക് ലഡുവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പം ടീച്ചർ വിളിച്ച സമയത്ത് നമ്മൾ ആദ്യം അയ്യൂനെയും അങ്കലവാടിയിൽ അങ്ങനെ പറഞ്ഞേക്കണ്ടെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. എനിക്ക് 3 വയസ്സാവുന്നല്ലേ ഉള്ളൂ. അപ്പം ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ അങ്കലവാടിയിൽ വിടുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. നമ്മളെ കൂടെ കുറേ സമയം ഉണ്ടായ ഒരാളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ. അപ്പം ടീച്ചറോട് ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു വല്ലപ്പോയൊക്കെ അങ്കലവാടിയിൽ വിടുള്ളൂ, സ്ഥിരമായിട്ടൊന്നും വിടൂല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ കൊറോണൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് അമ്ലുവിനും അംഗനവാടിയിലൊന്നും പോകാൻ പറ്റില്ല. ഇവളിങ്ങനെ ഓൺലൈനായിട്ട് അങ്ങനെ ക്ലാസ്സൊക്കെ അങ്ങനെ കേട്ടതേനു കേട്ടോ. അംഗനവാടീൻ്റെ കുറേ പാട്ടുകൾ അങ്ങനെയൊക്കെ കേട്ടതേന്. ഇഷ്ടായോ? അങ്ങനെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ അമ്മമാരും വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും നമ്മളെ ബാക്കിലേന്. ഓരോരോ പരാതികളും പരിഭവങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മമാരെ വിളിച്ചു വെക്കാനും പിന്നെ ഓരോരുത്തർ ഉമ്മമാരെ നമ്പറൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഓരോ 1 2 3 ഒക്കെ പറഞ്ഞിട്ട് വിളിച്ചു വെക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കുണ്ടായിന്. അപ്പം സുനുവിൻ്റെ കൂടെ കേട്ടോ മക്കളൊക്കെ ഉള്ളത്. ഓളിങ്ങനെ ഓരോ ഫോണിൽ നമ്പറൊക്കെ ഡയലാക്കിയിട്ട് ഉമ്മമാരെ വിളിക്കണ മാതിരി അമ്മ ഇപ്പോൾ വരും, ഉമ്മ ഒരു പണിയിലാണ്, ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഐബുവിനും അതിനും പുതിയതായിട്ട് വന്നതിൻ്റെ യാതൊരുവിധ പരിഭവങ്ങളോ കരച്ചിലോ ഒന്നുമില്ല കേട്ടോ. ഓൽക്കിത് എന്താണ്, നമ്മളിവിടെ ഓല ഇട്ടേച്ച് പോകണമെന്നില്ലല്ലോ, നമ്മൾ ഓല കൂടെ തന്നെ ഇരിക്കുന്നതിനോട് ഓൽക്കിത് ശരിക്കൊരു പാർക്കിലോ അങ്ങനെ എന്തോ കളിസ്ഥലത്തൊക്കെ വന്നൊരു ഫീലിംഗ് കേട്ടോ രണ്ടാക്കും. ഓരിങ്ങ കുറേ നേരം കളിക്കുന്ന പരിപാടി തന്നെ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോഴേക്കും ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും കൈയൊക്കെ കഴുകിച്ച് വരിക്ക് അങ്ങനെ ഇരുത്തിയതാണ്. ചെറുപയർ ചോറാണ് കേട്ടോ. ചെറുപയറും ചോറും കൂടി മിക്സാക്കിയിട്ടുള്ള ചോറും പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒരു വേറെ സംഭവം അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓൽക്ക് അങ്ങനെ ശീലമായതുകൊണ്ട് ഓല അങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് കഴിയുന്നവർ ആദ്യം വീട്ടിലെത്തിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഐബും അതിനും ആദ്യമായിട്ടായതുകൊണ്ട് ഓൽക്ക് നമ്മളങ്ങനെ വാരി കൊടുത്തതേന്. ഓൽക്ക് അങ്ങനെ ഇരുന്നൊന്നും കഴിച്ച് ശീലമൊന്നുമില്ലല്ലോ. അപ്പം ഓല് വേഗം എണീറ്റ് പോകുന്നത്. അങ്ങനെ നമ്മളങ്ങനെ വാരി കൊടുത്തേന് കേട്ടോ. അപ്പം ചോറ് തിന്നുന്നതിന് മുന്നായിട്ട് ഇതാ ചെറിയ പ്രാർത്ഥനയോട് കൂടിയൊക്കെ ആണ് കേട്ടോ തുടങ്ങുന്നത്. എല്ലാവരും കൈയൊക്കെ കൂപ്പിയിട്ട് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്